Next, we discuss about the absolute value of a real number. റിയൽ നമ്പേഴ്സിന്റെ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടിയിൽ കണ്ടിരുന്നു, ഏതൊരു നോൺ സീറോ റിയൽ നമ്പർ എടുത്താലും ഒന്നുകിൽ അത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് എലമെന്റ് പോസിറ്റീവ് ആയിരിക്കും. സോ അത് വെച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡെഫിനിഷനാണ് അബ്സല്യൂട്ട് വാല്യൂവിന്റെ ഡെഫിനിഷൻ. അതായത് ഒരു റിയൽ നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ അബ്സല്യൂട്ട് വാല്യൂ which is denoted by modulus of a is defined by modulus of a is equal to a if a greater than 0 and is equal to 0 if a is equal to 0 and is equal to minus a if a less than 0. അതായത് ഒരു റിയൽ നമ്പർ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് എക്ക് ആ വാല്യൂ തന്നെ കൊടുക്കും. അതേസമയം അത് 0 ആണെങ്കിൽ നമ്മൾ മോഡുലസ് ഓഫ് എക്ക് 0 എന്ന് പറയും. അതേസമയം ഒരു റിയൽ നമ്പർ നെഗറ്റീവ് ആണ്, അങ്ങനെയെങ്കിൽ നമ്മൾ മോഡുലസ് ഓഫ് എ എഴുതുന്നത് മൈനസ് ഓഫ് ദാറ്റ് നെഗറ്റീവ് നമ്പർ. ഉദാഹരണത്തിന് നമ്മൾ 6 എന്നൊരു റിയൽ നമ്പർ എടുക്കുന്നു. നമുക്കറിയാം 6 ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് 6 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ബൈ ഡെഫിനിഷൻ നമുക്ക് മോഡുലസ് ഓഫ് 6നെ 6 എന്ന് തന്നെ കൊടുക്കാം. അതായത് മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0. അടുത്തതായി ഞാനൊരു നെഗറ്റീവ് നമ്പർ എടുക്കുന്നു, -3. നമുക്കറിയാം ദിസ് ഇസ് ലെസ് ദാൻ 0. അതുകൊണ്ട് മോഡുലസിന്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് മോഡുലസ് ഓഫ് -3, അതായത് മോഡുലസ് ഓഫ് -a എന്നുള്ളതിനെ -a എന്ന് എഴുതാം. അതായത് മൈനസ് ഓഫ് എ, ഇവിടെ എ എന്ന് പറയുന്നത് -3 ആണ്. സോ മൈനസ് ഓഫ് -3 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 3. ഇങ്ങനെയാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ റിയൽ നമ്പർ എ ഡിഫൈൻ ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്ന് കാണാം, 0യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയാണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 0 is equal to 0. ഇനിയും അടുത്തതായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, റിയൽ നമ്പേഴ്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ is always greater than or equal to 0 for all a belongs to R. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഏത് റിയൽ നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ ഓർക്കുക അത് 0 എലിമെന്റ് മാത്രമായിരിക്കും. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 0 എന്ന് പറയുന്നതാണ് 0. വേറൊരു നോൺ സീറോ റിയൽ നമ്പറിന്റെയും അബ്സല്യൂട്ട് വാല്യൂ 0 ആകില്ല. അതുകൊണ്ട് നമുക്ക് പറയാം മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ഈക്വൽ ടു 0. അതായത് മോഡുലസ് വാല്യൂ ഏതെങ്കിലും ഒരു റിയൽ നമ്പറിന്റെ 0 ആകുന്നുണ്ടെങ്കിൽ ആ റിയൽ നമ്പർ 0 ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും 0യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കൂടാതെ മോഡുലസ് ഓഫ് -a എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എയോട് ഈക്വൽ ആയിരിക്കും ഫോർ എനി റിയൽ നമ്പർ എ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എ ലെസ് ദാൻ 0 എന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് എ നെഗറ്റീവ് ആണെന്ന് എടുക്കുന്നു. എ നെഗറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം -a എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ മൈനസ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂവിന്റെ ഡെഫിനിഷൻ വെച്ച് മോഡുലസ് ഓഫ് -a ഇസ് ഈക്വൽ ടു -a എന്ന് വരും. കാരണം അബ്സല്യൂട്ട് വാല്യൂ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ for a greater than 0 and is equal to 0 for a is equal to 0 and is minus a for a less than 0. അപ്പോൾ ഇവിടെ -a ആണ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് വരും. അപ്പോൾ a ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ a ആകുമ്പോൾ -a ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എന്താവും? -a ആകും. അങ്ങനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് -a എന്ന് പറയുന്നത് -a ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയും അബ്സല്യൂട്ട് വാല്യൂവിന്റെ ഡെഫിനിഷൻ വെച്ച് മോഡുലസ് ഓഫ് എ എന്താന്ന് നോക്കാം. നമുക്കറിയാം എ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -a ആയിട്ടാണ്. അത് ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ എ ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു -a. സോ നമുക്ക് മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു -a എന്ന് കിട്ടും. സോ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് പറയാം മോഡുലസ് ഓഫ് -a ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഐ. അപ്പൊ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് എ ലെസ് ദാൻ 0ക്കാണ്. ഇതുപോലെ തന്നെ നമുക്ക് എ ഗ്രേറ്റർ ദാൻ 0ക്കും ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാം. സോ നമ്മൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. എ ഗ്രേറ്റർ ദാൻ 0 എടുക്കുമ്പോൾ -a എന്ന് പറയുന്നത് നമുക്കറിയാം ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദാറ്റ് നമ്പർ ആണ് ബൈ ഡെഫിനിഷൻ. നോക്കിക്കേ, ഇവിടെ എ ലെസ് ദാൻ 0 ആകുന്ന കേസിൽ -a ആണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ. അതുകൊണ്ട് ഈ കേസിൽ -a എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുന്നതുകൊണ്ട് മോഡുലസ് ഓഫ് -a, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -a എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ഓഫ് -a ആകും. സോ നമുക്ക് മൈനസ് ഓഫ് -a എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. ഇനി എ ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ബൈ ഡെഫിനിഷൻ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ എങ്ങനെ എഴുതാം? എ എന്ന് തന്നെ പറയാം ബൈ ഡെഫിനിഷൻ.
സോ ഈ രണ്ട് കേസിൽ നിന്ന് നമുക്ക് എഴുതാം മോഡുലസ് ഓഫ് മൈനസ് എ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഫോർ എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എ ലെസ് ദാൻ 0 ആകുമ്പോഴും എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും മോഡുലസ് ഓഫ് മൈനസ് എ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ആണ്. അപ്പോൾ എ 0 ആകുന്ന കേസിലും മോഡുലസ് ഓഫ് മൈനസ് എ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് 0 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 0. നമുക്കറിയാം മൈനസ് 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 0 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ. അങ്ങനെ എ 0 ആകുന്ന കേസിലും മോഡുലസ് ഓഫ് മൈനസ് എ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ആണ്. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മൈനസ് എ ഈസ് സെയിം ആസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ.